الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي سندي وأوصي ويا مددي كل ظهيرا على الأعداء بالمدد. مجير يرضي وخذ بيدي مدى مددي خليفة الله بنا يا محي الدين يا محي الدين. നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്ന പരിപാടി ഇൻഷാ അല്ലാഹ് ഇതുപോലെ 4 മാസത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ കീഴിൽ അണിനിരക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും മറ്റെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പരിപാടി ഒരു ഉലമാ സമ്മേളന പ്രഖ്യാപനമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സംശയമുണ്ടോ, എന്താ ഇവിടെ 3-4 ഉലമാ സംഘടനയുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ എത്ര പുതിയ ഉലമാ സംഘടന എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇസ്ലാമിൻ്റെ ജീവിത ലക്ഷ്യം അവസാനം മുസ്ലിമായിട്ടോ മുഅ്മിനായിട്ടോ ഈമാനോടുകൂടി മരിക്കണം. ഇതാണ് ഒരു ഇസ്ലാമിൻ്റെ ദൗത്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം 1,24,000 അമ്പിയാക്കന്മാരും കൂടെ പാസ്സാക്കിയ ഒരു ജോലിയാണ്. അപ്പോൾ ഇതിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ, അതായത് ആദം നബി അലൈഹിസ്സലാമിന് 5 സ്ഥലങ്ങളിൽ നിന്നും മണ്ണെടുത്ത്, അതായത് മക്ക, മദീന, മശ്രിഖ്, മഗ്രിബ്, ഹിന്ദ്, ഇങ്ങനെയുള്ള പല 5 സ്ഥലങ്ങളിൽ നിന്നും മണ്ണെടുത്ത് ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചു വെച്ച് അള്ളാഹു റൂഹ് ഊതി സ്വർഗത്തിൽ പാർപ്പിച്ച്, അത് കഴിഞ്ഞ് അന്നും ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങളെ നശിപ്പിക്കുമെന്നുള്ളൊരു വാഗ്ദാനം അവൻ അന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ആദം നബി അലൈഹി സ്വലാം ദുനിയാവിലേക്ക് വന്ന് ആദം നബി അലൈഹി സ്വലാമിൻ്റെ തോവ അള്ള പുറത്ത്. അപ്പോൾ ഈ ആദം നബി അലൈഹി സ്വലാം മുതൽ ഇവിടെ നടന്നു പോകുന്ന, അതായത് ഖുർആനിൽ 2 കരാറിനെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഇദാ ഹദറ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദ അൻ തഖൂല യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. പിന്നൊന്ന് വേറെ, ഇങ്ങനെ 2 കരാറുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതായത് ആദം നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ട് പോകുന്ന ഇസ്ലാം, അതായത് ആദം നബി അലൈഹി സ്വലാം 1,24,000 അമ്പിയാക്കന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആലം മറവിൽ നിന്ന് അവരെ കൊണ്ട് കരാറ് ചെയ്യിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അവർക്ക് കൊടുത്ത്, അത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ആൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാകുമ്പോൾ അവരെ നിങ്ങൾ അംഗീകരിക്കണം, അവരെ നിങ്ങൾ സഹായിക്കണം. ഇത് ഈ പേരുള്ള ആൾ മുഹമ്മദ് റസൂലുള്ളാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള തൗഹീദ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ നെറ്റിയും അത് പതിച്ച് എല്ലാ അമ്പിയാക്കന്മാരെ കൊണ്ടും അതിന് വാഗ്ദാനം ചെയ്യിച്ച് അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി അവസാനം വരും. അപ്പോൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹായിക്കണം, അത് നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെയാണ് 1,24,000 അമ്പിയാക്കന്മാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്തികളായി മാറാനുള്ളത് കാരണം. അപ്പോൾ ലിവാഉൽ ഹംദ് എന്നുള്ള കൊടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കൊടുക്കണം. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കൽ, അതായത് ആദം നബി അലൈഹി സ്വലാം മുതലുള്ള ഇസ്ലാമും, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം അവരുടെ മക്കൾ, ആദം നബിയുടെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി, അതുപോലെ 1,24,000 അമ്പിയാക്കന്മാർ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി. ഇതെവിടെ നിന്ന് കിട്ടി? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൊടുത്ത്. അപ്പോൾ അവരെ സംബന്ധിച്ചാലും പേര് പെടുത്ത മോജിസാത്ത്, കാരണം അധ്വാനിക്കാതെ അള്ളാഹു നേരിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിന് പേര് മോജിസാത്തായി. അപ്പോൾ ഈ അവരുടെ ഉമ്മത്തികളായ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തികൾ, ഇപ്പം അവരുടെ ഉമ്മത്തികളെ കഴിയുമ്പോൾ എന്താ? ആദം നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ആദം ശബീഉള്ള. ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തിയാണെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹു മൂസാ കലീമുള്ള. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തിയാണെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹു മൂസാ കലീമുള്ള, അത് ഈസാ റൂഹുള്ള. ഇതാണ് അവരുടെ തൗഹീദ്. നബിമാരുടെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. അവരുടെ ഉമ്മത്തികളുടെ തൗഹീദ് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു ഈസാ റൂഹുള്ള, അല്ലെങ്കിൽ മൂസാ കലീമുള്ള, അല്ലെങ്കിൽ നൂഹ് നബിയുള്ള. ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ അവർ യഥാർത്ഥ മുസ്ലിമാവുള്ളൂ. ഇതിങ്ങനെ പോത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്ന് അമ്പിയാക്കന്മാരെ ശൃംഖല അവസാനിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിയിൽ ക്ലിപ്തമായി. അത് തന്നെയല്ല, ഒരു ഇഷ്ടിയുടെ അടവാണ് പൈത്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടച്ച് ഇനി നമുക്കൊരു നബി ഇവിടെ വരാനില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടൊരു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കാബിലായി. അപ്പം മറ്റുള്ള സകല നബിമാരുടെ ഉമ്മത്തികളെ കാട്ടി ശ്രേഷ്ഠത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്തികൾക്കാണ്. അവരുടെ ഉമ്മത്തികൾക്കും അവരുടെ പണ്ഡിതന്മാർക്കുമാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഉലമാ വറസത്തുൽ അംബിയാ.
എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ ബനി ഇസ്രായേലിലെ അമ്പ്യാക്കന്മാരെ പോലെ നോക്കും. അപ്പോൾ ബനി ഇസ്രായേലിലെ അമ്പ്യാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആൾക്കാരാണ്. അതേ ഉമ്മത്തികൾ, അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ട് കരാറ് പുതുക്കിയല്ലാതെ ഒരാളും ഇവിടെ മുഅ്മിനാവില്ല, മുസ്ലിമാവും. മുസ്ലിം ഒരു മനുഷ്യൻ ഇന്ന് മുസ്ലിമാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഇത് പറഞ്ഞ ഒരു മനുഷ്യൻ ഇന്ന് മുസ്ലിമിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും അവൻ മുസ്ലിമും മൂമിനും ആയില്ല? ഇല്ല, ആയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ല മറ്റേ ദാഹിർ കലിമ ചൊല്ലിയവൻ ഇസ്ലാമിലേക്ക് വന്ന് അവൻ മുസ്ലിമായി. മറ്റ് അനിഷ്ട മതങ്ങളിൽ നിന്നും അവൻ വ്യത്യസ്തമായി ദാഹിറായിട്ടൊരു മുസ്ലിമായി. അവൻ പക്ക മുസ്ലിമാവില്ല. പക്ക മുസ്ലിമാവണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി മറ്റുള്ള വഴിയിലേക്ക് അവൻ നീങ്ങേണ്ടി വരും. അപ്പോൾ ഈ പക്ക മുസ്ലിം ആവാതിരുന്നാൽ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ, അതായത് സയഅതി സമാനും അലാ ഉമ്മത്തി യഖറഊനൽ ഖുർആന യുസല്ലൂന ബിൽ മസ്ജിദി വലൈസ ബിഹിം ഈമാനും. തങ്ങളുടെ ഹദീസാണ്. എൻ്റെ ഉമ്മത്തികൾക്ക് അധികം താമസിയാതെ ഒരു കാലം വരും. ഈ കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ പള്ളികൾ പെരുക്കും, വലിയ വലിയ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളെ പോലെ പള്ളികളുണ്ടാക്കും, ഒരുപാട് എണ്ണങ്ങൾ പെരുക്കും, തിങ്ങി നിറഞ്ഞ് നിസ്കരിക്കാൻ ആളുണ്ടാവും. പക്ഷേ വലൈസ ബിഹിം ഈമാനും, ഈമാൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു മുസ്ലിമാണ്, ഇവിടെ ജനിച്ചു വീണൊക്കെ മുസ്ലിം തന്നെ, ആരും മറ്റു ജാതികളില്ല. പക്ഷേ ഓരോരുത്തരും വളർത്തുന്നതനുസരിച്ച് നായർ, നമ്പൂരി, ക്രിസ്ത്യാനി, മുസ്ലിം ഒക്കെ ആവും. അപ്പോൾ ഇവർ കുറേ വളർന്നു വന്ന് കുറേ മറ്റുള്ളവർ എഞ്ചിനീയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ വളർച്ചയോടുകൂടി അവനൊരു 10-20 വയസ്സ് വരെ കിതാബ് ഓതി അവനൊരു മുസ്ലിം പണ്ഡിതനായി. ഇനി അതോടുകൂടി അവൻ കുറേ മറ്റുള്ള ശൈഖന്മാരെ പിടിച്ച് കുറേ ഔറാദ് ചൊല്ലി കുറേ കാമിലായ ശൈഖുമായി, കുറേ കറാമത്ത് കാണിച്ചവൻ വലിയ ഔലിയായി. പക്ഷേ മൂമിൻ അവനാകാൻ പാടില്ല. 100 കൊല്ലം ഇബാദത്തെടുത്താലും 100 കൊല്ലം തഖ്വ ചെയ്താലും കരാറ് പുതുക്കിയല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ മൂമിനാവില്ല. കാരണം അലസ്തു റബ്ബിക്കുന്ന ആലമറയിൽ വെച്ച് റൂഹിനോടെ ചോദ്യം ചെയ്ത്. അപ്പോൾ ഈ റൂഹ് കാമിലായ തൗഹീദ് കൊണ്ട് കാമിലാവണമെങ്കിൽ അതിന് കാമിലായ ശൈഖ് വേണം. ഇനി ആ ഒരു ശൈഖല്ല, അതുകൂടാതെ മുസ്ലിമുകളിലും ശൈഖുണ്ട്. അതും നിങ്ങൾ പക്ക മുസ്ലിം ആന്തരികമായിട്ട് എന്തെങ്കിലും ഒരു ദിക്ർ വേണമെങ്കിൽ അതിനും ശൈഖ് വേണം. അതാണ് മല്ലാല ശൈഖും ഷെയ്ഖ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ഷെയ്ഖില്ലാത്തവൻ്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയ്ത്താൻ ഷെയ്ഖായി കഴിഞ്ഞാൽ ഒരു പണ്ഡിതനായാലും സാധാരണക്കാരായാലും അവൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് നമ്മൾ സ്വയം വീക്ഷിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പക്ക മുസ്ലിം, ഇപ്പം നമ്മൾ മുസ്ലിമിൻ്റെ പേരില്ല. അപ്പോൾ ഒരു കാമിലായ ഒരു സാധാരണ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ദിക്റോ ഔറാദോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മേടിച്ച് അവൻ കൽബിൽ ഒരു ദിക്റുണ്ടെങ്കിൽ അവനൊരു മുസ്ലിമായി. അപ്പോൾ മുസ്ലിമായിട്ട് മരിക്കുന്നതിന് ഷെയ്ഖ് വേണം. ഇനി മുസ്ലിം ആയിക്കഴിഞ്ഞിട്ടാണ് പിന്നെ മൂമിനാവൽ. എല്ലാ മുസ്ലിമും മൂമിനാവില്ല, എല്ലാ മൂമിനും മുസ്ലിമാവും. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മുസ്ലിമായി മൂമിനാവണമെങ്കിൽ ഒരു കാമിലായ ഷെയ്ഖ് വേണം. അപ്പോൾ ഇതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇന്ന് ഈ ലോകത്തുള്ളത്. അതുകൊണ്ടാണല്ലോ ഓസല്ലാതെ പറഞ്ഞത് എല്ലാ വലികളും ഓരോ നബി വശി, ഞാനെൻ്റെ ശിവ കാൽവശി എന്ന് പറഞ്ഞത്. കാരണം എല്ലാ ഔലിയാക്കന്മാരും ഓരോ അമ്പ്യാക്കന്മാരെ വഴിയാണ്. പക്ഷേ എൻ്റെ വഴിയോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ വഴി. ഈ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായി, ഹിജ്റ 1, 2, 3 എൻ്റെ കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഹിജ്റ ഏതാണ്ട് 400 ഇവിടെ സഹാബാക്കളുടെ പാരമ്പര്യമൊക്കെ തീർന്ന് തൗഹീദും ഇവിടെ നശിച്ച് 470 ഹിജ്റ 470 ആയപ്പോഴേക്കും തൗഹീദിൻ്റെ പ്രസ്ഥാനം, അതായത് ഔലിയാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, വലിയ കറാമത്തിൻ്റെ ആൾക്കാരുണ്ട്. യഥാർത്ഥ തൗഹീദ് റൂഹിൽ പതിച്ച കറാമത്ത് പുതിയ മോമിനിയങ്ങളില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ താളം തെറ്റി. അപ്പോൾ നമ്മുടെ രക്ഷപ്പോൾ റസൂൽ സല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്തികളാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾ ഒറിജിനൽ ഉമ്മത്തികളായ അവൻ യഥാർത്ഥ മോമിനുമായി. പിന്നെ അവൻ വിജയം വരിച്ച്. അതാണ് എൻ്റെ കിടപ്പ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓസുല്ലാദം ഹിജ്റ ഏതാണ്ട് 470 വെളിപ്പെടുന്നത്. ഓസുല്ലാദം 10-25 വയസ്സ് വരെ കിതാബ് ഓതി, 25 കൊല്ലം സൂദിലും അങ്ങോട്ട് ഇവിടെയൊക്കെ നടന്ന് നോമ്പും പിടിച്ചാക്കണം, 12 കൊല്ലം നോമ്പ് പിടിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ 50-ാമത്തെ വയസ്സിൽ ബാഗ്ദാദ് പട്ടണത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ കോളേജ്, ഇഷ്ടംപോലെ പണ്ഡിതന്മാർ, ഇഷ്ടംപോലെ ശൈഖന്മാർ, കറാമത്തിൻ്റെ അങ്ങനത്തെ ആൾക്കാരും. പക്ഷേ തൗഹീദ് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഈ കറാറ് പുതുക്കാന്ന് പറയുന്ന സാധനം ഒരാളിലും കാണില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി പറയും, ഇവിടെ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ദീനാണ് ഇവിടെ കാണുന്നതെന്ന് പറയും. അങ്ങനെ പിന്നെ ഔലിയാക്കന്മാരൊക്കെ ഹാലളകി
പണ്ഡിതന്മാർ ആലളുകി ഇതാരിപ്പോൾ ഇറങ്ങിയത് എന്നറിയാൻ വേണ്ടി ഓരോരുത്തരും പരീക്ഷണവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടന്ന് വന്നവരെയൊക്കെ പിടിച്ച് കെട്ടി വലിയ വലിയ പറക്കണ ഔലിയാക്കന്മാരെയൊക്കെ പിടിച്ച് തളപ്പിട്ട് അവിടെ കെട്ടിയിട്ട് അവസാനം തൗഹീദും കൊടുത്ത് വിട്ടു. ഇപ്പം പറക്കണ ഔലിയാക്കന്മാരെ പിടിച്ച് കെട്ടേണ്ട ആവശ്യമുണ്ട്. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ള സ്നേഹിച്ച ആൾക്കാരല്ലേ, അതിനും സ്ഥാനമുണ്ട്. കാരണം ഞാനും ഇതിലൊക്കെ കുറേ അധികം 10 പേരെല്ലാം തല കുത്തി മറിഞ്ഞ ആളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇസ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാത്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആയത്തിൽ കുറിച്ച് കൊണ്ടൊക്കെ ഇവിടെ പലതും നേടാം. ഒന്നും വേണ്ട, ഇസ്മിൻ്റെ പണി ഇറുക്കിയിരുന്നാലും മതി. അതല്ലെങ്കിൽ ഏതൊരു ഇസ്മ കൊണ്ട് പണിയെടുത്ത് അതുകൊണ്ട് കാമിലായാലും ഇവിടെ പല രോഗങ്ങളും പല വഴികളും കാണിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും അവർ ഔലിയാവില്ല, കരാറ് പുതുക്കി മോമിനാവില്ല, ആ മുനാഫിക്ക് സ്ഥാനത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് ഈ യഥാർത്ഥ വഴി തൗഹീദിൻ്റെ വഴി. അപ്പോൾ ഞങ്ങൾക്ക് ഷേഖുണ്ട്. ഷേഖ് തരീഖത്ത് 14 തരത്തിലുണ്ട്, 14 തരീഖത്തുണ്ട്. ഈ 14 തരീഖത്തും ഷെർഹിൽ അംഗീകരിക്കപ്പെട്ട തരീഖത്താണ്. കാരണം അതിലൊന്നും ശരീരത്തിനെതിരില്ലാത്ത തരീഖത്തുകളാണ്. ഖാദിരി, ഹിസ്റ്റി, നസ്മത്തി, ഷെർവർദി, ഹിസ്റ്റിങ്ങിനായിട്ട് പോയ 10-14 തരീഖത്തുണ്ട് കിതറിയടക്കം. കാരണം ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചു വെച്ച് ആകാശം ലോകം ഒക്കെ നടന്ന് എല്ലാം കൊണ്ടുപോയി മലക്കൽ കാണിച്ചു കൊടുത്ത് അവസാനം അർശിലേക്ക് നോക്കിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതി. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അല്ല ആദ്യമായിട്ട് ഇപ്പോൾ പഠിച്ചത് ഞാൻ എന്നെയാണല്ലോ, പിന്നെന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹു ആദം നബിയുള്ളാഹി എന്നല്ലേ ഇതിൻ്റെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അത് ഇതാരാന്ന് അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ളതായി ഈ വചനത്തെ പഠിച്ചിട്ടില്ലായിരിക്കില്ല ആദോ അല്ലെങ്കിൽ മറ്റ് ദുനിയാവോ ലോകമോ ആകാശമോ ഭൂമിയോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങളെയൊക്കെ പഠിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഹദീസുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കൂടുതൽ കാര്യങ്ങൾ അതിൽ തീറ്റി പറഞ്ഞുള്ള സമയം കളയാനുള്ള കാരണം നമ്മുടെ പ്രഖ്യാപനം വേഗം നടത്തണം. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കരാറ് പുതുക്കണമെന്നാണ്. ആ കരാറാണ് എല്ലാവർക്കും ഈ 1,24,000 അമ്പ്യാക്കന്മാരും ഇവിടെ വന്നത് ഈ കരാറ് പുതുക്കാനാണ്. പിന്നെ അവരെ സംബന്ധിച്ച് കരാറ് പുതുക്കലിൽ അതിൽ ആയിരമുള്ള ഈസാ റൂള്ള അല്ലെങ്കിൽ ആദം ഷബീഉള്ള ഇതൊക്കെയാണ് അവരെ കരാറുകൾ. ഓരോ നബിമാരുടെ ഉമ്മത്തുകൾ അവരുടേതായ നബിമാരുടെ പേര് പറയലാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അത് കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി പിന്നെ ആമായിട്ട് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി നിർബന്ധമാണ്. അത് ശല്യമില്ലാത്തൊരു മനുഷ്യൻ മുസ്ലിം ആവില്ല. അങ്ങനെ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനിക്കൊരു കാമിലായ ചെയ്യുവാണ്. ഇനി ഹദീസ് തന്നെയുണ്ട്, അല്ല ആ ഹദീസ് തന്നെ ഫറദുൽ ഇൻസാൻ യദലു ഷൈഖ് ഹാമിലത്തും ഒബിഷാമി ഒബിൽ റൂമി ഒബിൽ മക്കാൻ എന്ന് പറയുന്നത്. ഓരോ മുസ്ലിമിനും ഫറദാണ് ഒരു ഷെയ്ഖിനെ കണ്ടുപിടിക്കൽ. അത് ഷാമിലായാലും റോമിലായാലും മക്കത്തായാലും മദീനത്തായാലും കണ്ടുപിടിച്ചോളണം. അത് തർബീയത്തനുസരിച്ച് നിങ്ങൾ ഷെയ്ഖുമായിരിക്കണം. അല്ല ശരീഅത്ത് തരീഖത്ത് കിട്ടിയെന്ന് പറഞ്ഞ് ശരീഅത്ത് ഒളിച്ചോടി തുണിയില്ലാതെ പരിപാടിയൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായില്ല. ഞാനിവിടെ 75 വരുമ്പോൾ ഒരുപാട് കള്ളവലിയാക്കന്മാരോട് എൻ്റെ തുണിയില്ലാതെ നടക്കലും കറാമത്ത് കാണിക്കലും. ഇപ്പോൾ ആരുടെ അനക്കം ഇവിടെ ഇല്ല. പിടിച്ച് കെട്ടാൻ പറ്റിയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് അല്ലാതൊക്കെ ഓടി ഒളിച്ച്. അപ്പം നമ്മൾ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് ഹാല് ഇളകാൻ കാരണം. അവർക്ക് അംഗീകരിക്കാൻ റെഡിയല്ല. കാരണം ഇതെന്താണ്, ഇതിന് കുറേ പിത്തന ഇവിടെ ഇറങ്ങി. അതായത് ഇപ്പോൾ ഈ പ്രചാരണത്തിന് എല്ലാവരും ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് തുരുത്തുമുള്ള ആളല്ലേ ഞാനറിയും. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ താത്താമാരും ഓരോ കാക്കാമാരും ശരിയില്ല. അത് തുരുത്തുമുള്ള ആളല്ല ഞാനറിയും. ഞാൻ തുരുത്തുമ്പോൾ ജനിച്ചിട്ടില്ല, വളർന്നിട്ടില്ല. പിന്നെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട് ഇപ്പോഴും അടുത്തൊരു താമസിക്കുന്നത്. അവിടെ ഒരു ഇട നമ്മുടെ ഉമ്മാടെ ഉപ്പ തോട്ടും മുഖത്ത് തുരുത്തിലേക്ക് വന്ന ഇട അവരെ സപ്പോർട്ടിന് നമ്മുടെ ഉപ്പാനെ തുരുത്തിലേക്ക് വിളിച്ച് അന്ന് അവിടെ വീടും വരെയും വെച്ച് ആ തുരുത്തുമ്പോഴോട്ട് വന്ന് 3 മാസം കഴിഞ്ഞ് ഞാൻ നടുവിട്ട് പോയി. പിന്നെ ഈ തുരുത്തിനെ പറ്റി ഞാനെന്താ പറയുക, അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഏതാണ്ട് തുരുത്തുമ്പോൾ 10-33 വീടുള്ളൂ. ഇന്ന് 12,000 വീടുണ്ട്. ആവശ്യമിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ തുരുത്തുമ്പോൾ ജനിച്ച് ഞാൻ തുരുത്തുമുള്ള ആളെ ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് 10-17 കൊല്ലം കഴിഞ്ഞാണ് ഈ നാട്ടിൽ വരുന്നത്. ഈ 10-17 കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് അറിയാവുന്ന വ്യക്തികൾ തുരുത്തുമ്പോൾ തന്നെയുണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് പറഞ്ഞാൽ അവർ ചെറുതാവും, അവർ പറയാതെ വെച്ചുകൊണ്ട് അവിടെ നിന്നാണ് ഈ പിത്താൻ മുഴിക്കേണ്ടത്. അവിടെ ചുരുക്കം പറഞ്ഞാൽ ഈ പിത്തിനെയും തീയും അധികം വേണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് വളർന്ന് ഇന്ന് മനുഷ്യൻ്റെ ഈമാൻ പഠിപ്പിക്കാൻ ഏകമാർഗം അത് തുരുത്തുമുള്ള ആളാണ്. തുരുത്തുമ്പോൾ ശരിയാണ്. ഞാൻ 75 വന്നിട്ട് ഏതാണ്ട് 85 വരെ തുരുത്തുമ്പോൾ താമസിച്ച് അവിടുന്ന് കൊടി പിടിച്ച് നമ്മളെ തറവാട്ടിലേക്ക് മാറുകയും ചെയ്തു. പൊന്നുമ്പലക്ക് സ്ഥലവും മേടിച്ച് വീടും പറഞ്ഞ് നമ്മളങ്ങോട്ട് മാറി അവിടെ വീടും കോളേജും ഒക്കെ. അപ്പം അതൊരു പേര് പറഞ്ഞിട്ടാണ് ഇന്ന് മറ്റ് ജനങ്ങളെ ഈമാൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉദാഹരണത്തിന് പറഞ്ഞാൽ അപ്പം പറയാൻ പറ്റിയതല്ല, ഈ മൂർഖമ്പാമ്പിൻ്റെ വിഷം തവള ഇല്ലാതാക്കുന്നു പറയും. അത് ശരിയാണ് പോലും. കാരണം പണ്ട് പാമ്പും മൂർഖമ്പാമ്പും കൂടി പന്തയം വെച്ച്. അപ്പോൾ മൂർഖം പറയുന്നത് ഞാൻ ആരെങ്കിലും കടിച്ച് അപ്പം തന്നെ മരിക്കുന്നു പറയും.
അപ്പോൾ തവള പറഞ്ഞു, നീ കടിച്ചാൽ നിൻ്റെ വശം ഞാൻ ഇല്ലാതാക്കുന്നു. അപ്പോൾ മൂർഖന് ചൂടായി. പറഞ്ഞു, അതെങ്ങനെ അന്നൊന്ന് കാണിട്ടേന്ന് പറഞ്ഞു. അത് നീ കടിക്കപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരു വഴിക്ക് പോയി അപ്പുറം ഇപ്പുറം ചാരി അവിടെ ഇരുന്നു. അപ്പോൾ ആൾ വരണം നോക്കി. ആൾ വന്നു കഴിയുമ്പോൾ മൂർഖൻ പയ്യെ ഒന്ന് ചൂണ്ടിക്കൊണ്ട് മുമ്പിൽ പറഞ്ഞിട്ട് പറഞ്ഞു, മൂർഖൻ മാമന് ഒരു സ്വഭാവമുണ്ട്, കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാഞ്ഞാളി, പെട്ടെന്ന് കാണാൻ പറ്റില്ല, കാണല അപൂർവമായിരിക്കും. അപ്പോൾ മൂപ്പര് കടി കൊണ്ട് കാലിങ്ങനെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ കൊണ്ട് തവള അവിടുന്ന് ഒരു ചാട്ടം മൂപ്പരുടെ മുമ്പിലേക്ക്. അപ്പോൾ മൂപ്പരിക്ക് ഉറപ്പായ ഇത് തവള അടിച്ചതാ, കുഴപ്പമില്ല. തവള അടിച്ചാലും വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ വേദന സഹിക്കണില്ലല്ലോ. വേദന ഇങ്ങനെയായിട്ട് വെട്ടച്ച് കയറിയിട്ട് തവള കടിച്ചാലെന്ന് പറഞ്ഞുള്ള തവളയുടെ വിശവർക്കരൊക്കെ വിളിച്ച്, അത് കഴിഞ്ഞ് എലിയുടെ വിശവർക്കരെ എല്ലാവരെയും വിളിച്ച് അവസാനം വലിയ വലിയ വിശാരിനെ കൊണ്ടുവന്ന് തുടങ്ങി. അങ്ങനെ അന്നത്തെ ആ രാജ്യത്ത് പേരിട്ടൊരു വിശാരിയിട്ട് ആ പുള്ളിനെ കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞാൽ പറയും, ഓ ഇത് അസലും മൂർഖം കടിച്ച ഇനി രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല, പോയത് തന്നെയാണ്, അവധിയും പരിധിയൊക്കെ കഴിഞ്ഞു പോയിന്നുള്ളൂ എന്ന് പറഞ്ഞ മാതിരി മനുഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനും ഇത് ഈ പിത്തനക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ശരീരത്തിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ ശരീരത്ത് തന്നെ നമ്മളിൽ പൂർത്തിയുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കൽ ആവശ്യം. കാരണം ഇത് ഈ ലോകത്ത് അധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വാക്ക്, അതായത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു വിവരം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരുടെ കൂടെ കൂടുമ്പോൾ ചുരുക്കത്തിൽ ബിസ്മിയിൽ കൂട്ടാന്ന് പറഞ്ഞു. എന്നാലും ശൈത്താൻ മറികടക്കും. ബിസ്മിയുടെ മുമ്പ് അഹൂദ് ഓതൽ നിർബന്ധമാണ്, അത് ഹദീസാണ്. അഹൂദും ബിസ്മിയും രണ്ടും സംബന്ധമാണ്. അഹൂദ് ഓതിയിട്ട് വേണം ബിസ്മി ഓതാനെന്നും കൗലുണ്ട്. അത് ശരിയാണ്. കാരണം മനുഷ്യ ശത്രു, ഇത് മനുഷ്യൻ്റെ ഏക ശത്രു ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് വെച്ചാൽ 5,20,000 കൊല്ലം വിവാഹത്തെടുത്ത ലാനത്താക്കപ്പെട്ട പകരം ഇബ്ലീസാണ്. അപ്പോൾ ഇവരുടെ ശത്രുതയാണ് നമുക്കുള്ള ഏറ്റവും വലുത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നമ്മൾ തമ്മിലൊക്കെ അസൂയയും പോരും വൈരാഗ്യമൊക്കെ വയ്ക്കുന്ന ആൾക്കാരാണ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 4 ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാനെ കൊണ്ട് സാധിക്കില്ല. എന്താ അങ്ങനെ അവരോട് വൈരാഗ്യം വയ്ക്കാണ്? കാരണം നമുക്ക് വൈരാഗ്യം വയ്ക്കാൻ ഏറ്റവും നല്ലത് ശൈത്താനോടാണ്, ലാനത്താക്കപ്പെട്ട ഇബ്ലീസിനോടാണ്. കാരണം ഒരു പടപ്പിനോട് വൈരാഗ്യം വയ്ക്കാമെന്ന് പറഞ്ഞാൽ തസൂഫിൻ്റെ പള്ളിയിൽ പറയും അവർ ഇബ്ലീസിൻ്റെ കൂട്ടുകാരാണെന്ന് പറയും. അപ്പോൾ ഇബ്ലീസിൻ്റെ കൂട്ടുകാരെ കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടില്ല. അവരെ മുനാഫിക്ക് തരം അവർ കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ കേട്ടത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി 1,24,000 അമ്പിയാക്കന്മാർ ശിഷ്യന്മാർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റൂഹുല്ലാഹ് മൂസാ കലീമുള്ള ഇതായിരുന്നു അവരുടെ കലിമ. ഇത് ചൊല്ലിയേ അവർ മുസ്ലിം ആവുള്ളൂ. ഇന്നിപ്പോൾ നമ്മളെന്താ പറയണമെന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ പണ്ഡിതന്മാരും പറയണമെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാം, അത് പൂർണ്ണ ഈമാനാണ്. പക്ഷെ ഒരു ഹദീസ് മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഫമറത്തിൻ ഇല്ലാബി തഹഖീഖിൻ ബവകാബിർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അതിൻ്റെ തഹഖീഖ് അവനില്ലെങ്കിൽ അവൻ കാബറാണ്, 1000 ചൊല്ലിയാലും ചെയ്യാൻ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതൊക്കെ ഹദീസാണ്, അത് തിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ കുറേ അധികം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ട് നിങ്ങൾ കരാറ് കൊടുക്കണം. നിങ്ങൾ പണ്ഡിതന്മാരാണെങ്കിൽ അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ മുൻകാല അമ്പിയാക്കന്മാരുടെ പവർ നമ്മുടെ പണ്ഡിതന്മാർക്കായി, അതിന്നിവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത് അവരുടെ തോന്നിയവാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, വൈരാഗ്യ ബുദ്ധി അത് ഇബ്ലീസിനുള്ളതാണ്, മൂർഖമാബിൻ്റെ ഒരു സ്വഭാവമാണത്. അപ്പോൾ അത് നമ്മളെ മുസ്ലിം സമൂഹത്തിന് തീരെ പറ്റാത്തൊരു സംഗതിയാണ്. അതാണ് ഇന്നിവിടെ നിലപാട്. അപ്പോൾ വൈരാഗ്യം നമ്മൾ വഹിക്കുന്നത് ശൈത്താനോട് വഹിക്കണം. നമ്മളെ ഇന്നും വന്ന് ചതിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താനാണ്. നമ്മളെ വാപ്പാനെ ഉമ്മാനെയും പറ്റിച്ച് അത് കഴിഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ പൂർണ്ണ മുഅ്മിനാണ് കൊണ്ട് പറഞ്ഞാൽ പോരാ. അതിന് കാമിലായ ശേഖന്മാരായിരുന്നു റൂഹ് കൊണ്ട് കരാറ് കൊടുക്കണം. അത് 24 മണിക്കൂറും അവൻ്റെ റൂഹിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം മുഅ്മിനാവുള്ളൂ, അല്ലെങ്കിൽ അവൻ മുനാഫിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ ഈ കരാറ് പുതുക്കി ഞാനും നിങ്ങൾ തമ്മിലൊരു കരാറ് ചെയ്താൽ അത് പാലിക്കണം. പാലിച്ചില്ലേ എനിക്ക് മുനാഫിക്കുന്നത് നമ്മൾ സാധാരണ പറയാം. അപ്പം നിങ്ങളും അള്ളായിട്ട് ചെയ്ത കരാറ് നിങ്ങൾ പാലിച്ചില്ലേ നിങ്ങൾ ആരായി? അള്ളാഹിൻ്റെ അടുത്ത് മുനാഫിക്കിൻ്റെ ഉപ്പാപ്പായില്ലേ? അപ്പം അങ്ങനത്തെ മുനാഫിക്കിനെ നമ്മൾ തുറന്ന് നിസ്കരിച്ചാൽ നമ്മൾ നിസ്കാരം ചെയ്യാവോ? അങ്ങനത്തെ മുനാഫിക്കിന് നിക്കാഹ് ചെയ്താൽ നമ്മുടെ സന്താനം ശരിയാവോ? ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ജീവിച്ച് അവനൊരു സാലിയ സന്താനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയുണ്ട്. കാരണം ഒന്നാമതായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം ശരീഅത്താണ്. ഇപ്പം നമ്മൾ ഒരു നിക്കാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോയി മുനാഫിക്കാൻ നിക്കാഹ് ചെയ്യണം, പിന്നെ ബാക്കി കാര്യം പറയാനില്ലല്ലോ. അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കരാറ് പുതുക്കാതെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞാൽ കരാറ് മുറുക്കാത്ത പണ്ഡിതനെ ആരാണെങ്കിലും അവൻ മുനാഫിക്കാണ്. പിന്നെ ജമാഅത്ത് മുജാഹിദിനെ പറ്റി ഇവിടെ പദ്ധതി പറഞ്ഞ് ഞാനിപ്പോൾ പറയണില്ല, ഇപ്പം അതിൻ്റെ വേദിയല്ല. ഇൻഷാ അല്ലാഹ് പറയേണ്ടി വന്നാൽ പറയാം. അപ്പോൾ ആ വിഷയം ഇരിക്കട്ടെ.
അപ്പം ഈ മുനാഫിക്കിനെ നമ്മൾ നിക്കാഹ് ചെയ്ത് ഇങ്ങോട്ട് പോയി, ഭാര്യ അങ്ങോട്ട് വന്ന്, പിന്നെ ആണും പെണ്ണും കൂടി ഇത്ര ഇനി ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം ഇതാണല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സൂഫീസതിനെ പറ്റി ഇവിടെ കുറേ പണ്ഡിതന്മാരുടെ ഈ കിഴക്കും തെക്കും വടക്കുമൊക്കെ പ്രസവിച്ചിട്ടായിരുന്നു. സൂഫീസോ എന്ന് പറഞ്ഞാൽ അത് 24 മണിക്കൂർ വിവാദത്തിലിരിക്കണം. പിന്നെ ദിവസത്തിൽ 2 മണിക്കൂറേ റെസ്റ്റ് എടുക്കാവുള്ളൂ. പോത്തിറച്ചിയും മീനിറച്ചിയും തിന്നാൻ പാടില്ല, പിന്നെ പെണ്ണ് കെട്ടാൻ പാടില്ല. ഇതാണ് സൂഫി. അത് നമ്മളെ കൊണ്ട് നടക്കണതല്ല. പിന്നെ ആകപ്പാട് ജനങ്ങൾ പേടിച്ചില്ലേ, ആകപ്പാട് ഇവിടെ ഒരു പോത്തിറച്ചിയിലും പെണ്ണ് കെട്ടിലുള്ളൂ. ഇത് രണ്ടും വേണ്ട, ഇത് രണ്ടും സൂഫസിദ്ധി പെട്ടാന്ന് പറഞ്ഞാൽ പടിയായില്ലേ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഈ 1,24,000 അമ്പ്യാക്കന്മാർ എവിടെ പോയി? അവരൊന്നും സൂഫിയകളല്ലേ, ഇവർ മാത്രമേ ഇപ്പോൾ സൂഫിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പലതും പറഞ്ഞ് പടപ്പുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മളിന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് ഈമാൻ സലാമത്തായി മരിക്കല്. അതിന് നിങ്ങൾ തേടി പിടിച്ചോളൂ. അതിന് മറ്റൊരു പണ്ഡിതനെ കേൾക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമില്ല. ഉഹ്റവായ പണ്ഡിതനെയാണ് നിങ്ങൾ കേൾക്കണം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള വിഷയം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അത് അവൻ്റെ റൂഹിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവൻ മുഅ്മിനാവുള്ളൂ, അവൻ കരാറ് പുതുക്കിയാലാവുള്ളൂ. അതല്ലാതെ എത്ര വലിയ കറാമത്തവും കാണിച്ച് യാതൊരു കാര്യമില്ല. ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസുണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ മുസല്ല വിരിച്ച് നിസ്കരിക്കട്ടെ. നിങ്ങളെ കണ്ടപ്പോൾ ഓടിയാണ്ട് ചെല്ലും, അതോ വലിയ ഔലിയൊന്നും നിൽക്കണം. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു വീർപ്പിന് പോലെ അവൻ്റെ കറാമത്ത് എന്ന് പറയാം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി 24 മണിക്കൂറും അവൻ്റെ റൂഹിൽ പതിയണം. അതിന് ഷേഖ് വേണം. അപ്പോൾ അതിവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ പണ്ഡിതന്മാരും ഇവിടെ ഇല്ല. അതിനെ എതിർക്കുന്നവരവിടെ ഉള്ളത്. ഇന്നിപ്പോൾ വലിയ പണ്ഡിത സംഘടനയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മുസ്ലിമായി മൂമിനായി. ചുരുക്കം പറഞ്ഞാൽ അവന് ഹദീസും അറിയില്ല, ഖുർആനും അറിയില്ല, ഖുർആൻ്റെ ആയതിൻ്റെ മൈനയും തിരിയില്ല. സമസ്തയുടെ 6 വലിയ കൊമ്പന്മാർ പണ്ഡിതന്മാർ വന്ന് എറണാകുളം ലോഡ്ജിൽ വെച്ച് 3 മണിക്കൂർ സംസാരിച്ചതാണ്. അവരോട് കാര്യം മനസ്സിലാക്കി സമ്മതിച്ചു ഇവിടുന്ന് പോയതാണ്. എന്നിട്ടാണ് അവരെ കൂടി പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പേശാണെന്ന് 10 പേർക്ക്. അപ്പോൾ എവിടെ വരേണ്ടത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഇസ്ലാമിൻ്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അവർ ചെയ്ത്? കാരണം ബ്രിട്ടീഷുകാരന്മാരാണ് വലുത പൈസ പറഞ്ഞാൽ. വലുത പൈസ പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ ഇവിടെ വിസ്തരിക്കുന്നില്ല. നമുക്ക് അതിവിടെ വിസ്തരിക്കേണ്ട സമയമല്ല. നമ്മുടെ ബേക്കിൽ സംസാരിക്കാൻ വേണ്ടി പലരും നിൽപ്പുണ്ട്. ഇപ്പം ഞാൻ ഒരു സമയങ്ങളല്ല. അപ്പം നമ്മുടെ ഈ പണ്ഡിത സമ്മേളന ഉദ്ദേശം ഇപ്പം 4 സംഘടനയിലും 40 മുഷാവറയുണ്ട്. AP ഉണ്ട്. AP ഇപ്പോൾ 89 ഇറങ്ങിയത്. പിന്നെ സമസ്ത 1921 ഇറങ്ങിയത്. അതിനുശേഷം ഇറങ്ങിയതാണ് സദക്കത്തുള്ളാക്ക് ശേഷമാണ് ഇപ്പോൾ AP 89 ആദ്യമായി. അത് കഴിഞ്ഞാൽ അപ്പോൾ വടക്കര നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയും. ഒരു ദക്ഷിണ ഉണ്ടാക്കി, അതാണ് ദക്ഷിണ. അത് തബ്ലീഗിലും കക്ഷിയാണ്. അവരുടെ കളിയാണ് ഇപ്പോൾ വലിയ കളി. പക്ഷെ അവരൊക്കെ അവസാനിക്കാൻ പോകാം. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് വീക്ഷിക്കാൻ. എന്താ പറയണേ, എന്താ ചെയ്യണേ, എന്താ കേൾക്കണേ. നേരിട്ട് വരാം. നമ്മളെപ്പോഴും അവിടെ ആലുവയിലുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. ഇനി ഒളിച്ചു മാറി നടന്ന് കുത്തണേതിനാ? നേരെ വാ, എന്നാൽ സത്യമാണോ അല്ലേന്ന് നോക്ക്. അതിനവർ റെഡിയല്ല. എന്നിട്ട് അവിടെ ഇവിടെ നടന്ന് പടപ്പുകളെ പഠിപ്പിക്കുക. അവർ ഈമാൻ സലാമത്തായി. യാതൊരു കാര്യം നിങ്ങൾക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ ഓതി ഹദീസില്ലേ, അതായത് നിങ്ങളിപ്പോൾ സാധാരണ ഒരു അമുസ്ലിമിൽ നിന്ന് നിങ്ങളൊരു മുസ്ലിമായി, അല്ലെങ്കിൽ വാപ്പായും വിശ്വസിച്ചും നിങ്ങൾ മുസ്ലിമായി വളർന്ന് കിതാബ് ഓതി പഠിച്ച് മുസ്ലിം പണ്ഡിതനുമായി, അല്ലെങ്കിൽ കുറേ കറാമത്ത് കാണിച്ച് അവലായി. അപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ടെങ്കിൽ തന്നെ അവൻ പക്ക മുസ്ലിം ആവുള്ളൂ. അവനിക്കും പഠിക്കണം, മുസ്ലിമായിട്ടെങ്കിലും പഠിക്കാം. മുസ്ലിമായിട്ട് പഠിച്ചാൽ ഇസ്ലാമും കിതാബ് കഴിയുമ്പോൾ ഒന്നുമല്ല സ്വർഗ്ഗം നരകം തീയിലൊന്നും ഉണ്ടാവില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം നിരാളയാണ്. അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ പറയാനുള്ള. അപ്പോൾ അതാണ് അത് സംഭവിച്ചില്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കും, ഖുർആൻ ഓതും, ഹജ്ജ് ചെയ്യും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും. 360 ദിവസം വേണമെങ്കിൽ നോമ്പും പഠിക്കും. പക്ഷേ ഈമാനില്ലാതെ മരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും അത്? പക്ഷേ ഇവൻ്റെ നോമ്പ് കൊടുത്തതിലൊക്കെ ലേശം പോലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹ് അവനിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവനോട് ഈമാനില്ലാതെ മരിക്കുക. അപ്പോൾ ഒരു മുസ്ലിം ആവണമെങ്കിലും ഒരു സാധാരണ ഷെയ്ഖിനെ തുറന്നേ തീരുള്ളൂ. ഇപ്പം നമ്മൾ ഷെയ്ഖില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഷെയ്ഖന്മാരിറങ്ങി. അപ്പോൾ കള്ള ഷെയ്ഖന്മാരിറങ്ങി. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അവർക്കും നേരെ ഒരു പ്രശ്നമില്ല. അവരുടെ കറാമത്ത് എന്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കറാമത്തിലൊന്നും നമുക്ക് പേടിയില്ല. കാരണം ഞാനും 10 കുറേ കളിയൊക്കെ വടക്കേന്ത്യയിൽ കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ തുരുത്തുമ്പോൾ വന്നപ്പോൾ ആരും അറിഞ്ഞില്ല നമ്മളെങ്ങനെ വന്നത്. തുരുത്തുമ്പോൾ വന്നപ്പോൾ അത് കാണാൻ പറ്റി കുറേ താടി മുടിയൊക്കെ കൂടിയാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ മൂപ്പരിവിടെ കാട്ടിൽ നിന്ന് ഭയങ്കര ജാതുമന്ത്രം പഠിച്ചിട്ട് വന്നേക്കണം. മൂപ്പര് പറഞ്ഞാൽ പഠിക്കും, അങ്ങനെ അടക്കണ്ട, അങ്ങനെ പോകണ്ട. പിന്നെ പറഞ്ഞ മൂല്യന്മാരൊക്കെ പാസ്സാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മദീനയിൽ മക്കത്ത് സംഭവിച്ച ഒരൊറ്റ വിഷയമാണ്. അബൂ ലഹബിൻ്റെ ഒരൊറ്റ വിഷയം. അതുപോലെ ഉത്തുബത്ത് സൈബത്ത്, ഇവനൊക്കെ വ്യഭിചാര സന്താനമെന്ന്
ഫത്വയും വന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും ഈ വ്യഭിചാര സന്താനങ്ങൾ കൊണ്ടാണ് ഫിത്ന. അതായത് റസൂലുള്ളാഹിയുടെ ഹദീസിൻ്റെ വ്യഭിചാര സന്താനം പെരുക്കാത്തോടത്തോളം കാലം എൻ്റെ ഉമ്മത്തിലേക്ക് ഖൈറാണെന്ന് പറഞ്ഞു. അവർ പെരുത്തു കഴിഞ്ഞാൽ പണിയാണ്. ചുരുക്കം പറഞ്ഞാൽ തസ്വീഫിൻ്റെ കിതാബുകളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. 10,000 മനുഷ്യനുള്ള മജ്ലിസിൽ ഒരു വലിയ അപാര പണ്ഡിതൻ ദ്വാരക്കാണ്. പക്ഷെ അതിലൊരു വ്യഭിചാര സന്താനവും ഒരു ഈപത്തുകാരനും ഉണ്ടെങ്കിൽ അവരുടെ ദ്വാക്ക് ഉത്തരവില്ല എന്നുള്ളത് ഇതിനൊക്കെ തെളിവുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെ പറഞ്ഞാൽ കുറേ അധികം സമയങ്ങൾ പോകും. അപ്പോൾ അത് ഞാൻ ശരിക്കും പറയല്ല. അപ്പം നമ്മളൊരു കാമലായ ഷെയ്ഖിൻ്റെ ആയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അത് സ്വീകരിച്ചേ തീരുള്ളൂ. അത് സാധാരണക്കാരന് കിട്ടിയാലും പണ്ഡിതന് കിട്ടിയാൽ അവൻ മുൻകാല അമ്പ്യാക്കന്മാരെ പോലെ പണ്ഡിതർക്ക് അതിന് വ്യത്യാസ അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാർ കിട്ടിയാലും അവൻ ചിരിച്ചു മരിക്കും, മൂമിനായിട്ട് മരിക്കാം. അതിനെപ്പോഴും യാതൊരു അപ്പം വിഭാഷകൾ പറഞ്ഞവരെ നോടി മധുരത്തൻ കാടനെടുത്താലും നോടി മധുര കുറവതിനൊന്നുമേ ഇല്ലാതെന്ന് പറഞ്ഞാൽ വിഭാഷകൾ പറഞ്ഞു. അതായത് തേനെന്ന് പറയുന്ന സാധനം പെണ്ണ് കുടിച്ചാലും ആണ് കുടിച്ചാലും തീയം കുടിച്ചാലും നായർ കുടിച്ചാലും നമ്പൂര് കുടിച്ചാലും മൂലിയാർ കുടിച്ചാലും തങ്ങൽ കുടിച്ചാലും അതിന് മധുരം ഒന്ന് തന്നെ എന്നതുപോലെയാണ് തൗഹീദിൻ്റെ വിഷയം. അപ്പോൾ ഇതിങ്ങനെ കണ്ട് നമ്മുടെ പാവപ്പെട്ട ചില മുരീദന്മാരൊക്കെ ചിരിച്ച് മരിക്കാണ്ടപ്പോൾ അതിലും മസാലകൾ പണ്ഡിതന്മാരെ ഇറക്കി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു 113 പണ്ഡിതന്മാരെ സംഘടന തിരുവച്ച് തിരഞ്ഞെടുത്തെങ്കിലും അവരുടെ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു മുഷാവറയായിട്ട് രൂപീകരിച്ചില്ല. അപ്പോൾ ഇവർക്ക് ഇവരെ കുറേ കാദിമാരൊക്കെ ഉണ്ട്. എന്ത് തോന്നിയാസം പറഞ്ഞ് പഠിപ്പുകളെ പഠിപ്പിക്കുക. അത് കേട്ട് സമസ്തയുടെ അള്ളാഹെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരും പുറകെ കൂടാ. ഞങ്ങൾ അള്ളാഹെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പുറകെ ആരും കൂടില്ല. നിങ്ങൾക്കിപ്പോൾ ഈ രൂപീകരിക്കുന്ന സംഘടനയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകണം ഇവരപ്പോൾ 44 പണ്ടേ സംഘടനകൾ ഇവിടെ ഉണ്ട്. ഈ 4 പണ്ടേ സംഘടനയിൽ 40 മുഷാവറയുണ്ട്. ഈ മുഷാവറക്കാരെന്ന് പറഞ്ഞാൽ 35 മാർക്കും നരകത്തിലെ കൂട്ടുള്ളവരാണ്. നമ്മുടെ 41 മുഷാവറയിലും ഇത് തന്നെയാണ്. 35 മാർക്കും നരകത്തിലെ കൂട്ടും ആയിരിക്കുന്നു. പക്ഷേ അവരെ 35 മാർക്ക് ഞാൻ 100 കൊടുത്ത് പിന്നെ കോട്ട് സ്വർഗത്തിലാക്കി കൊടുത്ത്. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന 41 പണ്ഡിതന്മാരെ മുഷാവറ എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പേരിവിടെ വായിക്കുന്നില്ല. 3 പേരെ പേരെ പറയുന്നുള്ളൂ. ഈ മുഷാവറ എന്ന് പറഞ്ഞാൽ അവർ 41 പണ്ഡിതന്മാരാണ്. പിന്നെ 3 ഭാഷയുടെ അധികാരികളാണ്. അതിൻ്റെ പുറമെ അവർ ശേഖന്മാരുമാണ്, തക്കുവാക്കാരുമാണ്, ഇബാദത്തുകാരുമാണ്. അപ്പോൾ ഈ 40 മുഷാവറക്കാരെ ആരെ സമീപിച്ചാലും അവർക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കും, മോമിനായിട്ട് മരിക്കണം അതിൻ്റെ വഴിയും പറഞ്ഞു കൊടുക്കും. ഏതവനിക്കും തുടരാം. ആരെയും കറാമത്ത് അവർക്കൊരു പ്രശ്നമല്ല. കറാമത്തല്ല ഇവിടെ ഈമാനോട് മരിക്കുക ഏറ്റവും വലിയ കറാമത്ത്. തൗഹീദ് എല്ലാം പിടിക്കലോ ഇവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടനക്കാണ് നമ്മളിവിടെ രൂപം നൽകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങളെ നന്നാവുന്നതാണ്. ഞങ്ങളായിരിക്കും ഞങ്ങൾ സലാമത്താക്കി കൊണ്ടുതന്നെ നാട്ടിലേക്ക് പോകുന്നത്. 17 കൊല്ലം എല്ലാ കളിയും കളിച്ച് എല്ലാ സൈസ് ഔലിയാക്കന്മാരുടെ കൂടെ കള്ളന്മാരെയും വെള്ളന്മാരെയൊക്കെ കൂടെ കൂടി ഇസ്ലാമിൻ്റെ ആകെ തുക മനസ്സിലാക്കിയിട്ട് തന്നെ തീർത്ത് വന്നിരിക്കണം. അല്ല പറയാറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആരെവിടെ കിടന്ന് തല കുത്തിയാലും എനിക്കറിയത്തോളൂ. പക്ഷേ ഒരുപാട് വെല്ലുവിളിയൊക്കെ വാളാഞ്ചേരിയിൽ നടത്തി ഒരുമാതിരി ഔലിയാക്കന്മാരൊക്കെ നേരിട്ട് വന്ന് തലയില്ലാത്തവർ ചിലർ വന്നില്ല. അത് അങ്ങനെ തന്നെ പോയി. ഇപ്പം ആരും വരാനില്ല. ഇപ്പം തുണി അയച്ചിട്ട് ഔലിയാവുന്ന പരിപാടിയൊക്കെ കേരളത്തിൽ നിർത്തിയേക്കാം. കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ 1920 ശേഷം മുറുക്കി തുപ്പി വലിച്ചിങ്ങനെ തുപ്പിയ മസ്താനായി ഔലിയായി. ആർക്കെങ്കിലും ഭ്രാന്ത് പിടിച്ചാൽ ഔലിയായി. ഇനി ആരെങ്കിലും തുണിയില്ലാതാണെന്നല്ല അതും മസ്താനായി. അപ്പോൾ ഇവരുടെ അടുത്തേക്കൊക്കെ പണ്ഡിതന്മാർ ചെല്ലുമ്പോൾ അവർ പ്രതികരിക്കില്ല. അപ്പോൾ അത് നല്ല ഔലിയാണ്. എന്തെങ്കിലും ഒരു തലവേദന ആരെങ്കിലും കാരണം മാറുമല്ലോ. എന്തെങ്കിലും വല്ല വിവാദത്തോ കാര്യം പാർട്ടിയുടെ ചെയ്യാതെ എന്തെങ്കിലും ഇങ്ങനെ വേട്ടിക്കൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് ഇവർ അഭിനയിക്കുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ അത് മാറിക്കോളും. കാരണം 24 മണിക്കൂറിനുള്ളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏതെങ്കിലും സമയത്ത് അവൻ്റെ ദ്വാര അത് സ്വീകരിക്കുന്ന, ഒരു മൂമിനെ സംബന്ധിച്ച് അവൻ്റെ ദ്വാ 10 പ്രാവശ്യം സ്വീകരിക്കുന്ന. പിന്നെ കാമിലായ മൂമിനെ അത് അള്ളാഹു റസൂൽ പറഞ്ഞു ഒമാ എന്തിക്കൂന അനില്ലവ ഇന്നുവ ഇല്ല വഹീയുക എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹിൻ്റെ ഹുക്കം കൂടാതെ ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ അതാണ് ഒരു കാമിലായ മൂമിൻ്റെ അവസ്ഥ. അവൻ്റെ നാഗത്തിന് വീണാൽ അത് വലിച്ചുവിട്ടിരിക്കും. അതിൻ്റെ സൈറാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി വന്നിട്ട് വാതിലാക്കിയിട്ടൊന്നും വാതിലാവില്ല. അത് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ 1000 കാര്യങ്ങൾ വേറെയുണ്ട്. പക്ഷെ അവരുടെ ബുദ്ധി തലയിൽ കയറുന്നില്ല. കാരണം അത് ഹിദായത്ത് അല്ലാഹ് കൊടുക്കണമല്ലോ. അതിന് അവർക്ക് നസീബില്ലായിരിക്കും. കാരണം ഉറുദുവിലൊരു വായിച്ചിട്ടുണ്ട് ബേ നസീബ് ബേ അദബ് ബേ നസീബ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നസീബേടാണ് അവൻ്റെ ചിന്താശക്തി അതവില്ലായ്മ. അതായിരിക്കും. കാരണം ഇപ്പം നമ്മൾ പറയണ മാതിരി
ഓരോരുത്തരും അവിടെ ഇവിടെ നിന്ന് ഈ പിത്തന ഉണ്ടാക്കലല്ലാതെ നേരിട്ട് ആരും വന്ന് ചോദിക്കാനില്ല. ചോദിച്ചവരൊക്കെ ഒരുപാട് പേര് ചോദിച്ച് പോകുകയും ചെയ്തു. അപ്പോൾ ഈ പണ്ട് സംഘടന നമുക്ക് പണ്ട് സംഘടന ഇപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞ് നമ്മൾ ചോദിച്ചു, പക്ഷേ അതിൽ നല്ലവരുണ്ടെങ്കിൽ ഏറ്റവും ഹയറാണ്. ഇപ്പം ആദ്യം മുഷാവറ ഇവിടെ ഉണ്ടായി. ഈ മുഷാവറയിൽ 10, 18, 19 മുഷാവറ അംഗങ്ങൾ നമ്മുടെ വിരീതന്മാരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചില കുംഭബുദ്ധികൾ അതിൻ്റെ ഉള്ളിൽ കയറി കൂട്ടിയിട്ട് സമസ്തക്കാരെ തെറ്റിച്ച് ഇവിടെ നേരിട്ട് ചോദ്യം ചെയ്യാനൊക്കെ വന്ന്, ചോദ്യം ചെയ്യാനല്ല സംസാരിക്കാൻ വന്ന്, സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുന്ന് പോയ ആൾക്കാരാണ്. അവർക്ക് പോയിട്ട് ഇവിടുന്ന് പോയിട്ട് 2 മാസം വരെ ഒരു കുഴപ്പമില്ല. 2 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് 10 പേർക്ക്. കാരണം എന്താ, ജയിക്കണില്ല. ഇത് അംഗീകരിച്ച് എല്ലാവരും ഒന്നാൻ വേണ്ടി വരും. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ വെപ്പിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മുടെയൊക്കെ പഴയ കാർത്തന്മാർ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അള്ളാ മൂല്യരും വന്ന് വല്ലാക്കായും വന്ന് ദർശൻ്റെ കുട്ടികളെ കൂടി വന്ന് ഭയങ്കര ഓത്തും 7 ദിവസം ഓത്തും ചാപ്പാടും ബിരിയാണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അത് കിട്ടാവുന്ന മേടിച്ച് കോത്തിലപ്പൊടിയെന്ന് വെച്ചാൽ അത് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ട് കുത്തി മറിച്ചിട്ടില്ല. അവരെ സ്വന്തം കാര്യം ഇതിന് ഇതാക്കത്തില്ല. പിന്നെ അവർ മറ്റുള്ളവർക്ക് എങ്ങനെ ഇതുണ്ടാവണം? ഉത്തരം ഉണ്ടാവണമെങ്കിൽ 13 കൊല്ലം ബാബരി മസ്ജിദ് പൊളിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ ഒട്ടക്കുള്ള സ്റ്റേജ് കെട്ടി മൂലിയാക്കന്മാരും തങ്ങന്മാരൊക്കെ ദ്വാരത്തില്ലേ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഔലിയാക്കന്മാരും കൈ നോക്കിയിട്ടില്ല, മോമിനികൾ ഒറ്റലും കൈ നോക്കില്ല. കാരണം അവരുടെ കൂത്താട്ടെ എനിക്കറിയാം എല്ലാം സംഭവിക്കാൻ പോകണം. ഈ അവസാന കാലത്തെ പണ്ഡിതന്മാരെ പറ്റി ഞാനിപ്പോൾ പറയില്ല, നമ്മുടെ ബേക്കിലോട്ടോട് പറഞ്ഞോളൂ. നമുക്ക് ഉള്ള സമയം കളയാൻ പറ്റില്ല, അതിൻ്റെ വരില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്ന സംഘടനയുടെ ഇതാണ്. അപ്പോൾ തുരുത്തിൽ നിന്ന് ഇറങ്ങുന്ന പിത്തയുടെ ഒരൊറ്റ വഴി ഇതാണ്. തുരുത്തിൽ ഞാൻ പോകുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയിട്ട് 3 മാസം തുരുത്തുമ്പോൾ വന്നിട്ടുള്ളൂ. 3 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് 10-17 കൊല്ലം കഴിഞ്ഞാൽ തുരുത്തുമ്പോൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇവർ കാണാൻ കിട്ടിയ അവിടെ കുറേ താടി പോലും. അതിന് മുമ്പ് 2 സ്ഥലത്ത് താടി മൂടി എടുത്ത് ദർഗയാക്കി വെച്ചേക്കാം. അവിടെയൊക്കെ ദർഗ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം ഇവിടെ വരുമ്പോഴും മുടിയധികം ഉണ്ടായി. പക്ഷേ അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഓരോരുത്തർ നമുക്ക് അവിടെ പല ഇതുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അത് ചെറുതാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ചില താത്താന്മാർ മൂപ്പര കയ്യിലുണ്ടായതൊക്കെ പോയി. മുടിയൊക്കെ കളഞ്ഞില്ലേ, അപ്പോൾ മുടിമേലെ നടന്നാൽ മുടി കളഞ്ഞപ്പോൾ ഒക്കെ പോയി എന്ന് പറഞ്ഞു. പറഞ്ഞവരൊക്കെ പഠിക്കുകയും ചെയ്യും. ആരും പഠിക്കാതുള്ള വിട്ടിട്ടില്ല. ഞാനാരും ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഇറച്ചി പിടിക്കാൻ അത് തന്നെ ഉള്ളൂ. അതൊന്നും നോക്കിക്കോളൂ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യാതോ ബന്ധമോ ഒന്നും തന്നെ പഠിച്ചില്ല, നേരക്ക് തരാം. പക്ഷേ അസത്യത്തിന് തല കുടിക്കണ പരി നമ്മുടെ അടുത്തില്ല. സത്യത്തിന് കഴുത്ത് കുടിച്ചു കഴിഞ്ഞാലും അസത്യത്തിന് പിടിക്കുന്ന പരിപാടി എല്ലാ ലോകത്ത് ആർക്കും കിട്ടില്ല. ഒരു പണ്ഡിതനും കിട്ടില്ല, ഒരു സംഘടനയ്ക്കും കിട്ടില്ല, ഭരണകൂടത്തിനും കിട്ടില്ല. നമ്മളെവിടെയും സത്യം തുറന്നത്. ഞാൻ സത്യം തുറന്നപോലെ പൊതുജനങ്ങൾക്കും വേണ്ട, അവർ നന്നാവണം. ഈ പൊതുജനങ്ങളെ ഇമാതിരി വഞ്ചിച്ചുകൊണ്ട് പോന്നിട്ട് ഇന്ന് 1920 ശേഷം ഇവിടെ പല ശേഖന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നല്ലതും വന്നിട്ടുണ്ട്, ചീത്ത വന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇവിടുത്തെ പണ്ടേ സംഘടന നിലനിർത്തിപ്പിച്ചില്ല. നൂർഷാൻ ആദ്യം കൊണ്ടത് കാര്യം കണ്ടു കഴിഞ്ഞാൽ നൂർഷാൻ്റെ കുട്ടിക്ക് വേണ്ടി പുറത്താക്കി. ഇതാണ് പണ്ട്. അതെന്താണത്? വൃത്തിയാചാര ചാരന്മാരായതുകൊണ്ട് അവർക്ക് നേർവഴിക്ക് പോകാനും പറ്റില്ല, മറ്റുള്ളവരെ നയിക്കാനും പറ്റില്ല. അപ്പോൾ അതിനുപരിയായിട്ട് നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഈ 41 പണ്ഡിതന്മാരുടെ സംഘടന. അതിൽ 35 മാർക്കും കോട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവരുടെ മാർക്കിനും കോട്ടിനും വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അവർ കോട്ട് സ്വർഗത്തിലാണ്. 35 മാർക്ക് 100 മാർക്കും ആക്കിയിട്ടുണ്ട്. ഇനി അവരോട് സംസാരിച്ച് ഇവിടെ പണ്ഡിതം നേടുന്ന ആരും വിചാരിക്കേണ്ട. ഞാനൊരു 16 വയസ്സായ പെൺകുട്ടീനെ ഇതിൽ പഠിപ്പിച്ചു വിട്ടാൽ അതിനോട് സംസാരിച്ച് നേടാന്ന് ഇവിടെ ഒരു പണ്ഡിതനും വിചാരിക്കേണ്ട. കാരണം അത് അക്കിൻ്റെ ഇൽമാണ്, അതിനോട് നേരിടാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ജബറിനെ പറ്റി പറഞ്ഞ ഇവിടുത്തെ പണ്ഡിതകളൊക്കെ എല്ലാം കൂടി ഹാലളകി അവസാനം അവരുടെ സമ്മതിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ജബർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നതുപോലെ ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് പലതും ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞ സമയത്ത് ഓരോ ദക്ഷിണയുടെ പണ്ഡിതന്മാർ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ പിരികയാണ്. ഞാൻ കേട്ടേക്കണത് 1000കണക്കിന്. കാരണം അന്ന് എനിക്കറിയാം മുനാഫിക്കാണെന്ന്. പക്ഷേ ഞാൻ പള്ളി പോകാതിരുന്നാൽ എല്ലാവരും പറയും കേട്ടാ ശേഖ് പള്ളിയിൽ പോകുന്നില്ല ചുമ്മാക്ക് ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകും. 2 രകാത്ത് അവരോട് നിൽക്കും, പിന്നെ 4 രകാത്ത് വേറെ വളർന്നു നിൽക്കും വേറെ. അല്ലാതെ ചെയ്യാനാ. ഇപ്പം നമുക്ക് എല്ലായിടത്തും പള്ളിയും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ ആൾക്കാരെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞാൽ നമുക്കിങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പറയും അതേ ഷേഖ് പള്ളിയിലേക്ക് പോകണില്ല, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും കുറ്റോ അത് ഞാൻ ഇപ്പോൾ പറയണില്ല. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ തന്നെ പുറത്ത് വരും. എത്ര മൂടി വെച്ചാലും 10-ാം മാസം വയറ് വെട്ടി കീറി പുറത്ത് വരേണ്ടി വരും. സൂര്യനെ മുറ കൊണ്ട് മൂടാന്ന് പറഞ്ഞാൽ അത് ഈ വേശി പെണ്ണുങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഈ വേശി പെണ്ണുങ്ങൾ രാവിലെ കുളിക്കുമ്പോൾ ഒന്നുകിൽ അവരെ തോർത്ത് കാണിക്കും സൂര്യൻ്റെ മുമ്പിൽ കാണാതിരിക്കാൻ, അല്ലെങ്കിൽ മുറ കൊടുത്ത് കാണിക്കും. അതേമാതിരി സ്വഭാവമാണ്. ബുദ്ധിമാന്മാരുടെ ജോലി അല്ലാതെ. അപ്പോൾ ഹക്കെന്ന് കണ്ടാൽ അതിൽ അംഗീകരിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ ജോലി.
കാരണം ഹൗസുല്ലാമിൻ്റെ അടുത്ത് ഒരിക്കലും മുരീദ് ചോദിച്ച്, അല്ല തങ്ങളെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരാത്ത പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഹൗസുല്ലാമിൻ്റെ അടുത്ത്. അപ്പോൾ ഹൗസുല്ലാദ് ബഹുമാനപ്പെട്ട വഹീദിയാലും എടുത്തായിരിക്കും മറുപടി പറഞ്ഞത്, അതെ മുനാഫിക്കൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ലടോ, നമ്മുടെ അടുത്ത് പറഞ്ഞൊക്കെ നല്ലതേ വരുള്ളൂ എന്ന്. എത്ര പക്കായ വാക്കാത്. ഹൗസുല്ലാദിൻ്റെ അടുത്ത് ഞാൻ 15 വയസ്സിൽ ഈ ലൈനിലേക്ക് ഇറങ്ങിയാണ്. 17 വയസ്സിലാണ് പരിപാടികളുള്ളവർക്ക് ഇങ്ങനെ സുസൂത്രണം ചെയ്ത് 21-ാമത്തെ വയസ്സിൽ ബാഗ്ദാദിലെത്തി നമ്മുടെ ഷെയ്ഖിൻ്റെ കൂടെ. അപ്പോൾ ബാഗ്ദാദിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക, കറാറ് പുതുക്കുന്നവരെ നടന്നുള്ളത്. അന്ന് ദായമായിട്ട് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ കറാറ് പുതുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാനപ്പോൾ അതിങ്ങനെ ചുവട്ടിൽ വെച്ച് പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് അവിടെ തന്നെ നമ്മുടെ ഷെയ്ഖിനോട് തന്നെ ചോദിച്ചു. കാരണം നമ്മുടെ ഷെയ്ഖിൻ്റെ അടുത്ത് എപ്പോഴും നമ്മുടെ അടുത്ത് കൊടുക്കണ താനല്ല, മൂപ്പര് ലായിലായില്ലാൻ്റെ ഖിലാഫത്ത് എന്നാളാണ് നമുക്ക്. ലായിലായില്ല അത് നല്ലതാണ്, മുസ്ലിമായിട്ട് മരിക്കാമല്ലോ. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ കൂടെ അപ്പോൾ ആ ഷെയ്ഖിനോട് ഞാൻ ചോദിച്ച്, ഞാൻ ഇന്നലെ ഇങ്ങനൊരു ഇത് കണ്ട് കറാറ്. അത് കറാറ് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും ബാക്കി പറഞ്ഞാൽ പാലിക്കണം, ആർക്കെങ്കിലും വാങ്ങിച്ചാൽ കൊടുക്കണം, അങ്ങനെ വഞ്ചന ചെയ്യാൻ പാടില്ല, അതൊക്കെ തന്നെ കറാറ് വെക്കുക. അത് കഴിഞ്ഞ് ബോംബെയിൽ വന്നതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലത്തും ചിലപ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിൽ വരും, ബോംബെ ടൗണിൽ. അപ്പോൾ ചിലപ്പോൾ വടകര മണ്ടൂരൊക്കെ വന്ന് കേൾക്കുമ്പോഴാണ്. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു. ആദ്യ ദിവസം മടൂരിനോട് ചോദിച്ചു, എന്ത് കറാറ് പുതുക്കൽ ചോദിച്ചു. ഇത്രയായിട്ട് കറാറ് പുതുക്കൽ പഠിച്ചില്ലേ? പിന്നെ ഇല്ല, അറിയാനല്ലേ ചോദിക്കണേ. അല്ല അത് വാക്തത്വം പാലിക്കലാണ്, അതാണ് കറാറ്. അത് ഏത് വാക്തത്വം? അല്ല നമ്മൾ പടപ്പുകളിൽ എന്തെങ്കിലും കറാറ് ചെയ്താൽ പാലിക്കണം. ആരും ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. വടകരയുടെ അടുത്ത് ചോദിച്ചാൽ മൂപ്പര് കാലത്തെന്ന് പറഞ്ഞാൽ വൈകുന്നേരം പറയുന്ന ആളാണ്. മൂപ്പരുടെ അടുത്ത് ചോദിച്ചാൽ ലെവലും കിട്ടില്ല. മൂപ്പരുടെ അടുത്ത് ചോദിച്ചാണ് അവൻ ഒരു ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഔലിയാക്കന്മാരുടെ അടുത്തും പല പറക്കണ പണ്ഡിതന്മാരുടെ അടുത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒക്കെ പറഞ്ഞ മറുപടി ഇതാണ്. അവസാനം കറാറ് പുതുക്കൽ പഠിപ്പിച്ചത് ശിവാപൂർ കപ്പലിൽ ദർവേശിൻ്റെ അവിടെ നിന്നാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ കള്ള ഔലിയാക്കന്മാരെയും കള്ളശേഖന്മാരെയൊക്കെ പിടിച്ച് കെട്ടിലൊടുങ്ങി. കാരണം എൻ്റെ 5-8 കൊല്ലം 8-10 കൊല്ലത്തെ ജീവിതം വെറുതെ പോയില്ലേ. വെറുതെയൊന്നും പോയില്ല, നമ്മൾ നോമ്പ് പിടിച്ചാൽ കൂലി ഉണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് പിടിച്ചു കൊല്ലാനും കത്തിച്ചും കളിച്ചിട്ടുണ്ട്. അപ്പം അതാണ് കരാറ്. അത് മനസ്സിലായത് 70-ലാണ് 69-70-ലാണ് കരാറ് പുതുക്കൽ മനസ്സിലായത്. അപ്പോൾ ആ ഒരു വിഷയം മാത്രം ഇപ്പോഴും ഞാൻ പറയണം. അപ്പോൾ കരാറ് പുതുക്കലിനെ പറ്റി ഖുർആനിൽ രണ്ട് കരാറാണുള്ളത്. ഒന്ന് അമ്പ്യാക്കന്മാരോട് അള്ളാ ചെയ്ത കരാറ്, ഒന്ന് നമ്മളെ പോലുള്ള സിറ്റികളോട് മൊത്തം ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങൾ ഖിയാമത്ത് നാൾ വരാൻ പോണ റൂഹുകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് അള്ളാ ചോദിച്ചതാണ്, ഈദാഹദ റബ്ബുക്ക മിമ്പനി ആദം ഹൂരിയും ദുരിയത്തും വിശുദ്ധം അല്ല അൽപ്പസി അലസ്തു റബ്ബിക്കും കാലുവല, നിങ്ങളുടെ റബ്ബ് ആരാന്ന് ചോദിച്ചപ്പോൾ ആ റൂഹ് അവിടുന്ന് മറുപടി എടുത്ത് കാലുവല. അപ്പോൾ അത് റൂഹാണ്. ആ റൂഹ് ഇവിടുന്ന് കരാറ് പുതുക്കിയല്ലാതെ ഒരൊറ്റ മനുഷ്യനും മൂമിനാവില്ല. ഏതവും വന്നാലും പറയാൻ ഒരുപാട് അതീശം ആയിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, ആ ഖുർആൻ്റെ ആയതിലേക്ക് തന്നെ പോയാൽ മതി. അപ്പോൾ ആ ഒരു വിഷയമാണ്. ആ കരാറ് പുതുക്കിയ 40 ഖലീഫമാരാണ്, 40 മുഷാവറ പണ്ഡിതന്മാരാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ രംഗത്ത് വരാം. അവരെ നിങ്ങൾ ആര് സമീപിച്ചാലും മുസ്ലിം ആവണമെങ്കിലും മൂമിനാണെങ്കിലും അവരെന്നെ ധാരാളം മതി. ഈ കിതാബ് ഓതി പഠിക്കണോ ദിവസം നടത്തണോ അതിന് നമ്മുടെ പണ്ഡിതന്മാരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പുറത്താക്കാനാണ് ദക്ഷിണക്കാരുടെ ഓർഡർ. ഇപ്പം തെക്ക് പ്രശ്നങ്ങൾ ഇറക്കാം. ഈലാനിക്കാർ പണ്ഡിതന്മാരെ എവിടെയെങ്കിലും പള്ളിയിലോ മുക്കിലുണ്ടെങ്കിൽ ഉടനെ പുറത്തേ അടിക്കണം. കാരണം അവരവിടെ സത്യം പറഞ്ഞ് മറ്റുള്ളവർ ചീത്തയായി പോകില്ലേ. അതാണ് കിടപ്പ്. ഇതൊന്നും അധികം നാൾ നടക്കില്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും. എല്ലാ സംഘടനയും സൂക്ഷിച്ചിരുന്നു. നമ്മളെ കൊല്ലാൻ വേണ്ടി നമ്മളെ കൊല്ലാൻ പണ്ട് ടൈഗർ പോസ്റ്റൊക്കെ ഇറക്കിയതാണല്ലോ അവിടെ. ടൈഗർ പോസ്റ്റിൻ്റെ ലെറ്ററൊക്കെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നേരെ വടക്കോട്ട് പോട്ടെന്ന് പറഞ്ഞു. കൃത്യം 8-ൻ്റെ അതാ പോയി ശേഖരനൂരിനെ കൊന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചാലുക. അല്ലെങ്കിൽ നമ്മളെ പണ്ടേ കസാബ് ചെയ്ത് തരും. പക്ഷെ നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാര്യം പറഞ്ഞാലും ഞങ്ങൾ 4 കാലുള്ള പുള്ളിയുടെ ഉള്ളിൽ ജീവിച്ച ആൾക്കാരാണ്. പട്ടിയുടെ പുല്ലോളം പേടിയില്ല, എപ്പോഴും പേടിയില്ല. നമ്മൾ നടക്കപ്പെടുന്നൊരു സെക്യൂരിറ്റി എവിടെയും വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോഴും എന്താ ബോംബ് എറിയണോ കത്തി വീശണോ എന്തിനും തയ്യാറാണ്. കാരണം നമുക്കൊരു സെക്കൻഡ് മുമ്പ് അങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. പിന്നെ കാട്ടിലൊക്കെ ഇരുന്ന് വേറെ സമയത്ത് അവസാനം സയ്യിദിൻ്റെ കൂലി ചോദിച്ചിട്ടുണ്ട്. അത് ഏത് വിധത്തിലാണ് കിട്ടാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നടക്കണം. കാരണം ഈ കാണപ്പെട്ട ലോകം വിളിക്കുക ഉലഫാ റാഷിദീൻ അമീറുൽ മുഅ്മിനീങ്ങളെ മുഅ്മിനായ അലിയരങ്ങളെ ഒരു കത്തി കൊണ്ട് കത്തിക്കൂട്ടുന്നു. കാരണം തങ്ങളെ കുത്താനുള്ള കഴിവൊന്നും ആയിരിക്കില്ല. ഖലീഫ അമീറുൽ മുഅ്മിനീങ്ങളെ കുത്തി കൊല്ലാനുള്ള കഴിവോ വെട്ടിക്കൊല്ലാനുള്ള കഴിവോ ആയിരിക്കില്ല. പക്ഷെ അവരുടെ ദുആയുടെ പോരാട്ടത് ഇത് വെറുതെ കിട്ടുന്ന കാര്യമാണ്. ഒരു ഒലി ആവണമെങ്കിൽ 10-18 കൊല്ലം അധ്വാനിക്കണം. ഇത് സയ്യിദിൻ്റെ കൂലി നെയ്യത്തല്ലാണ്ട് സെക്കൻഡോട് കിട്ടണതാണ്. അപ്പോൾ അതിനാരും ആശിക്കും.
മരണത്തെ പേടിക്കുന്നത് ആശിക്കില്ലാട്ടാ. നമ്മുടെ കാലകാലം ദുനിയാവിൽ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് പേടിക്കണമെങ്ങനെ? അവർക്ക് തടി നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാര്യം പറഞ്ഞല്ലേ, കാരണം ദുനിയാവിൻ്റെ മുനാഫിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഈ പേടി എന്ന് പറഞ്ഞാൽ മരണത്തിനോട് നമ്മൾ പേടിക്കലാണ് ഏറ്റവും നമ്മുടെ ദഹീബ് ഈമാൻ്റെ. കാരണം അല്ല നിശ്ചയിക്കാതെ ഒരു മനുഷ്യൻ ഭരിക്കില്ല, ജനിക്കില്ല. പിന്നെ പേടിക്കണാരെ? നിങ്ങൾ അല്ലേ റസൂലും പറഞ്ഞനുസരിച്ച് നടക്കലേ നിങ്ങൾ പേടിക്കണം. കാരണം എവിടെയെങ്കിലും വിചാരിക്കണം തട്ടി കളഞ്ഞപ്പോൾ എന്താ ചെയ്യുക? അതും വിധിയാണെന്ന് വിചാരിച്ചോളണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രഖ്യാപനമാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ പേര് ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ഗൗസിയാന്ന് പേര് വെച്ചത് നിങ്ങൾ ചോദിക്കുന്നത് ഗൗസിയാന്ന് പേര്? ഗൗസിയാന്ന് പേരൊന്നുമില്ല, അത് ഓസില്ലാതിനെ അള്ള വിളിച്ച പേരാ ഓസ്. കാരണം ഓസില്ലാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ താവഴിയാണ്. എല്ലാ ഔലിയാക്കന്മാരെയും കൈത്ത് വെട്ടിക്കൊണ്ടാണ് ഓസില്ലാതിൻ്റെ വരവ്. അതാണ് എല്ലാ നബികളും ഓരോ നബി പക്ഷേ ഞാനെൻ്റെ ശിവ കാൽവശി എന്നത് പറയാൻ കാരണം അതാണ്. എല്ലാ ഔലിയാക്കന്മാരും ഓരോ നബിമാരും, പക്ഷേ എൻ്റെ വഴിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി. അത് തങ്ങളുടെ ഉമ്മത്തിലാകാം. സഹാബാക്കൾ എങ്ങനെ ജീവിച്ചോ ആ വഴിക്ക് നമ്മൾ നയിക്കാം. അതാണ് ഈ സംഘടനയുടെ ഗുണം. അപ്പോൾ ഇതിൽ ആര് ചേർന്നാലും അവൻ ഈ ദുനിയാവിൽ നിന്ന് പറയപ്പെട്ടു പോകില്ല. ഇൻഷാ അല്ലാഹ് മുസ്ലിമോ മുഅ്മിനായിട്ട് തന്നെ മരിക്കും. മുസ്ലിമിൻ്റെ തരീഖത്താണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കും. അല്ല നിങ്ങൾ കരാറുകൾ പെട്ടെന്നൊന്നും കിട്ടില്ല. അത് കുറച്ച് ഈ ഭാഗത്തൊക്കെ എടുത്ത് നേരെ മുഅ്മിനീങ്ങളുടെ വഴിയിലേക്ക് ആരും കടത്തില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മുഅ്മിനായി. അപ്പോൾ തങ്ങളുടെ ഉമ്മത്തികളായി. ഇനി മുസ്ലിം ആയാലും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം മുസ്ലിമായിട്ടെങ്കിലും മരിക്കാം. കാരണം അവർക്കൊരു ഹിസാബും കിതാബും കഴിഞ്ഞാൽ നരകത്തിലിട്ടാൽ തന്നെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശുപാർശയുണ്ടാവും. അങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ മൂമിനെ സംബന്ധിച്ച് ഇസ്ലാം നിരാളന് ആ വിഷയം ആ ഹദീസൊന്നും ഇവിടെ പറയുന്നില്ല. ഇപ്പം നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഗൗസിയാന്ന് പേര് വെച്ചത് ഗൗസുല്ലാദിനെ അള്ള വിളിച്ച പേരാണ്. ഗൗസുല്ലാദിനെ അള്ള വിളിച്ച പേരായതുകൊണ്ട് അതിനൊരു ബഹുമാനം എപ്പോഴും ഉണ്ട്. തന്നെയല്ല നമ്മൾ ഏതാണ്ട് ചെറുപ്പം 15 വയസ്സ് മുതൽ 15 വയസ്സല്ല ഏതാണ്ട് 8 വയസ്സുള്ളപ്പോൾ മുതൽ ഗൗസുല്ലാദിനെ വിളിച്ചാണ് ജീവിതം. കാരണം എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ഗൗസുല്ലാദിൻ്റെ യാസീനോടും ഒന്നും പഠിച്ചില്ലെങ്കിലും ജയിക്കും. അങ്ങനൊരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പൂർണ്ണ വിശ്വാസത്തിനുള്ള പല തെളിവുകളും ഗൗസുല്ലാദിൻ്റെ ആയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മുടെ ആ സ്നേഹം ഗൗസുല്ലാദിലേക്ക് വെച്ച് ഈ സംഘടനയിൽ ആര് കൂടണോ അവർ ഗൗസുല്ലാദും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൽ അവരുടെ നിർബന്ധമാണ്. അവർ ആ വഴിയാണിത്. അപ്പോൾ ഇതിൽ യാതൊരു കളങ്കമില്ല. അപ്പോൾ ഈ 40 മുശാവറ നിങ്ങൾ പറയേണ്ട അത് ജലാലയിലും തഫ്സീറും മാത്രം ഓതിയ മുല്ലേറ്റാണെന്ന് ആരും പറയേണ്ട. അവർ 3 ഭാഷയുടെ ഉടമകളാണ്, ചില 4 ഭാഷയുടെ ഉടമകളാണ്. അതായത് ലോക വിദ്യാഭ്യാസം, ഉറുദു BA, അറബി PhD, മുത്തവല്ല്, ഇങ്ങനെ 3 ഡിഗ്രി. ചിലർ പാർസിയും കൂടി ഉണ്ട്, അത് മൗലവി ഡിഗ്രിക്കാർ, അവർ പാർസിയും കൂടി പാസ്സായതാണ്. അപ്പോൾ ഇങ്ങനത്തേതായ 40 പണ്ഡിതന്മാരെയാണ് നമ്മളോട് തിരഞ്ഞെടുക്കുന്നത്. ഈ 40 ശേഖന്മാരാണ്, ഖലീഫമാരാണ്. നമ്മുടെ എവിടെയും ഒരു കളങ്കമില്ല. അവർ എപ്പോഴും സത്യത്തിൻ്റെ മുകളിൽ നിലനിൽക്കുന്ന ആൾക്കാരാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സുഹാബുൽ ബദരീകളിൽ ആക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുക്കുന്നതായ പണ്ഡിതന്മാരും അതിൻ്റെ ശൃംഖലയിൽ വരുന്ന എല്ലാവരും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളും ബദരീങ്ങളെയും റസൂലുള്ളാഹിൻ്റെയും ആൾക്കാരായി മാറുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് പ്രയോഗിക്കുകയാണ്. ഗൗസിയ സുന്നി ജമാഅത്തുൽ ഉലമ ഈ ഉമ്മത്തിന് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്ന ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വഴി കാണിക്കാനുള്ള പണ്ഡിതസഭയാണ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ 41 പേരോട് വായിക്കാനുള്ള 41 ഡിഗ്രിയുള്ള പണ്ഡിതന്മാർ തന്നെയാണ്, ശേഖന്മാരുമാണ്. നിങ്ങളായ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട. ഇനി ഒരു 3 മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ 400 ശേഖന്മാർ ഒന്നായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോഴും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് നമ്മുടെ അബ്ദുറഹീം ഫൈസി മുസ്ലിയാർ വളപുരം ഷേഖാണ്. അവരെ ഇതിൻ്റെ പ്രസിഡൻ്റാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ രണ്ടാമതായിട്ട് സെക്രട്ടറി
നമ്മുടെ ചെറുശ്ശേരി സമസ്തയുടെ സെക്രട്ടറി ഉണ്ടല്ലോ മൂപ്പരെ മൂത്ത മരുമോൻ, അതായത് ഇസ്മായിൽ ഫൈസി കിടങ്ങഴി ഇതിൻ്റെ സെക്രട്ടറി. അപ്പം അമ്മാച്ചൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തല്ലുകൊണ്ട് ഞാൻ അമ്മാച്ചനും മരുമോനും കൂടി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവരുടെ സെക്രട്ടറി. പിന്നെ ഇതിൻ്റെ ഖജാൻജി നമ്മുടെ അബ്ദുൽ ജലീൽ വാക്കവി പെരുമ്പാവൂർ. അപ്പം ഇവർ മൂന്നുപേരാണ് ഇതിൻ്റെ ഭാരവാഹികൾ. ഇവരുടെ കീഴിലായിരിക്കും 41 പണ്ഡ്യ സഭ. അപ്പം ഇത് നമ്മളിപ്പോൾ വായിച്ച് ഇനി ഇതിൻ്റെ പ്രഖ്യാപനം നമ്മളൊരു 3 സ്വലാത്ത് ചൊല്ലി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകണം. അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലുള്ളാഹി സയ്യിദി അല്ലദീ ഹീലതി യദ്രികനി യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി اللهم صل على سيدنا محمد يا رب صل عليه وسلم. അപ്പം എല്ലാവരും ഇത് നമ്മൾ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സംഘടന നമ്മൾ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر فلله الحمد. ഇനി ഇപ്പം നമ്മളോട് സലാത്തിൽ ഇപ്പോൾ സയ്യിദിനെ കൂട്ടി തീർത്തുമ്പോൾ നമ്മളെവിടെയും കേട്ടിട്ടുണ്ട് സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സലാത്ത് കാഫർജിൻ്റെ മജ്ലിസിൽ ഇബിരിത്തുകളും ചെല്ലുന്ന സലാത്താണ്. കാരണം അവരുടെ ജോലി ഔലിയാക്കന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിനെ മതം പറഞ്ഞ് ജീവിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിക്കാൻ കിട്ടില്ല. ഞാൻ തീർത്തുമ്പോൾ വന്ന് ഈ ഒരു പണ്ഡിതനോട് പറഞ്ഞ് സലാത്തെങ്കിലും ചെല്ലുമ്പോൾ ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അത് അപ്പം മൂപ്പരൊന്നും മുണ്ടില്ല. എന്നിട്ട് മൂപ്പര അവിടെ ചില പിത്തനക്കാരോട് പറഞ്ഞ് ഏൽപ്പിച്ചു. ഇപ്പോൾ ഒരു പുതിയ സയ്യിദിനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാരാ നമ്മൾ സയ്യിദിനെ കൊണ്ടുവന്നു. കാരണം സയ്യിദിനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ എൻ്റെ വകയായിട്ട് പറഞ്ഞാലല്ല. കാരണം ഒരു ഹദീസുണ്ട്, ആന സയ്യിദുൽ വലതു ആദം എന്നാണ്. അതായത് ഞാൻ ആദം സന്തതികൾക്കൊക്കെ സയ്യിദാണെന്ന്. അതിൻ്റെ പേരിലാണ് സയ്യിദ് കൂട്ടാൻ പറഞ്ഞത്. അത് ഇനി നിങ്ങളിവിടെ ആരെങ്കിലും സയ്യിദിനെ കൂട്ടി വല്ല ഏൽപ്പിക്കാരുണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചാൽ നിങ്ങളെ നിൽക്കണ്ട കേട്ടോ. കാരണം സയ്യിദിനെ കൂട്ടാതെ അല്ലാത്തതൊന്നും നമുക്കിവിടെ തങ്ങളുടെ ബന്ധത്തിൽ ജായിസാവില്ല. നിങ്ങൾ ചെല്ലലും മാത്രം ഉണ്ടാകും. നിങ്ങളിപ്പോൾ ചെയ്യണമെന്ന് ഇവിടെ പ്രതിഫലം കാണുന്നില്ലല്ലോ. ആ